അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ വായിക്കാൻ പോവുകയാണ്. ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞു. അടുത്തത്, എന്നാൽ ദൈവം അവനോട് കൂടെ, എന്നാൽ സർവശക്തനായ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രൈം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവനെ കൃപയും ജ്ഞാനവും കൊടുത്തു. അവൻ അവനെ മിസ്രൈമിനും തന്റെ സകല ഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. വളരെ ശക്തമായ ഒരു ദൈവവചനമാണ്. ഗോത്രപിതാക്കന്മാർ, ഹല്ലേലൂയ, ഇതെന്താ സംഭവം എന്നറിയാമോ? ഈ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ, പുതുനിയമസഭയിലെ ആദ്യ രക്തസാക്ഷിയായ സ്തേഫാനോസിന്റെ പ്രസംഗമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആദിമ സഭയുടെ തുടക്കം, സഭയുടെ പ്രസംഗം പത്രോസിനാൽ ചെയ്യുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണാം. അത് അപ്പോസ്തലന്റെ, ഹല്ലേലൂയ, പത്രോസിന്റെ ഒരു പ്രസംഗമാണ്. അതുപോലെ തന്നെ ബൈബിളിൽ വളരെ പ്രധാനപ്പെട്ട ആദ്യകാലങ്ങളിലെ ഒരു പ്രസംഗമാണ്, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിന്റെ പ്രസംഗം. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മഹാപുരോഹിതൻ ചോദിച്ച ചോദ്യത്തിന് ആൻസർ പറയുകയാണ്. ഹല്ലേലൂയ, നമ്മുടെ പിതാവായ അബ്രാമിന്റെ കാലം മുതൽ സംഭവിച്ച അബ്രാം, ഇസാക്ക്, യാക്കോബ് ഇങ്ങനെ പറയുന്ന ചരിത്രം അവിടെ പറയും. ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്നും നമ്മുടെ പിതാവിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ഒന്നും കാണാതെ വിശ്വാസത്തോടെ താൻ ഇറങ്ങിത്തിരിച്ചു. അവനെ ദൈവം അനുഗ്രഹിച്ചു. അവന്റെ തലമുറ ഇസാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. അടുത്ത തലമുറയോളം വിശ്വസ്തനായ ദൈവം അവന്റെ തലമുറ യാക്കോബിനെ അവൻ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞിട്ടാണ് ആ യാക്കോബിൽ നിന്നും 12 ഗോത്രങ്ങൾ ഉണ്ടായി. ആ 12 ഗോത്രങ്ങളിൽ നിന്നും ഈ ഗോത്രപിതാക്കന്മാർ, നമ്മുടെ ഗോത്രപിതാക്കന്മാർ, അവരുടെ സഹോദരനായ ജോസഫിനോട് ഒരു പരിപാടി കാണിച്ചു. അതാണ് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. സ്വന്തം സഹോദരനോട് അസൂയപ്പെട്ടിട്ട് അവനെ എന്തു ചെയ്തു? മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. ഇന്നത്തെ മെസ്സേജ് ഇതാ. ജോസഫിന്റെ ജീവിതം നമുക്ക് തരുന്ന പാഠം, അവിടുന്ന് ദൈവം തരുന്ന ഇന്ന് പകലത്തൊരു ദൂത് പറയാൻ പോവുക. അസൂയപ്പെട്ടിട്ട് അവനെ വിറ്റുകളഞ്ഞു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, എന്തൊക്കെ സംഭവിച്ചും എന്നാൽ ദൈവം അവന്റെ കൂടെ ഇരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലും ദൈവാത്മാവ് സംസാരിക്കുന്ന ദൂതിതാ. എന്ത് നിനക്ക് ചുറ്റും നടക്കട്ടെ, എന്ത് നിനക്കെതിരെ നടക്കട്ടെ, ഒരാൾ അനുകൂലമായാൽ, ഒരാൾ കൂടെ നിന്നാൽ എല്ലാ സാഹചര്യങ്ങളും തിരിഞ്ഞു മറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഒരിക്കൽ കൂടെ ഉറപ്പ് തരുന്ന ദൈവത്തിന്റെ ആത്മാവ്, എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ എതിരെ വന്നാലും, എന്തൊക്കെ നിനക്കെതിരെ ചെയ്താലും, ഒരു വചനം നിന്നോട് വിളിച്ചു പറയുന്നു, എന്നാൽ ദൈവം അവന്റെ കൂടെ ഇരുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. സകല സങ്കടങ്ങളിൽ നിന്നും, സകല ദുരിതങ്ങളിൽ നിന്നും അവനെ ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ. ദൈവം കൂടിയിരിക്കുമ്പോൾ സകല ദുരിതങ്ങളിൽ നിന്നും, സകല സങ്കടങ്ങളിൽ നിന്നും എൻ്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ തുടക്കത്തിൽ വചനത്തിൽ കൂടെ ഞാൻ ദൈവ കുഞ്ഞുങ്ങളോട് ദൂത് പറയുകയാണ്. എവിടൊക്കെ എതിര് നിന്നാലും ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവസന്നിധിയോട് ചേർന്നിരുന്നാൽ, ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ, എത്ര വലിയ സങ്കടത്തിന്റെ ദുരിത കയത്തിൽ നിന്നോ, എത്ര വലിയ ദുരിതങ്ങളിൽ നിന്നോ നിന്നെ കരപിടിച്ച് കേട്ട ഈ ദൈവം സർവശക്തനാണ്. ഈ മാസത്തിന്റെ അവസാനത്തെ സൺഡേ നിന്നുകൊണ്ട് ഞാൻ ചിലതിനോട് ദൂത് പറയാ. ഈ മണിക്കൂറിന് മുമ്പ് വരെ നിനക്ക് പലതും സംഭവിച്ചു. എന്നാൽ ദൈവ പൈതലേ, സർവശക്തൻ നിന്റെ കൂടിരുന്ന്, ജോസഫിന്റെ കൂടിരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. നിന്റെ സങ്കടങ്ങളിൽ നിന്നും, നിന്റെ ദുരിതങ്ങളിൽ നിന്നും, നിനക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ നിന്നും വിടുവിക്കാൻ സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. എന്തോ ആ വാക്ക് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. ഏറ്റെടുത്തോ. നീ അനുഭവിക്കുന്ന സകല സങ്കടങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള ദൈവവും ജീവിക്കുന്നു എന്ന് ഇന്ന് പകലും ഒരു ദൂത് പറയുന്നു.
ഹോറി ബാല ഹതുരി ബല ചിനി ധന ധര ഹോറകബ. അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിച്ച മാത്രമല്ല, ഞാനൊരു കാര്യം പറയാം, ആർക്കുമില്ലാത്ത അസാധാരണമായ പ്രതിസന്ധി, ആർക്കുമില്ലാത്ത അസാധാരണമായ ഒറ്റപ്പെടുത്തൽ, ആർക്കുമില്ലാത്ത അസാധാരണമായ വേദനകൾ, ആരും കുത്തി നോയിപ്പിക്കാത്ത കാരണം അതുപോലത്തെ കുത്തി നോയിക്കുന്ന വേദനകൾ, ഒറ്റപ്പെടുത്തലുകൾ, നിരാശകൾ നിന്റെ ജീവിതത്തിൽ വരുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, ആർക്കുമില്ലാത്തൊരു വിടുതലും നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആരോടൊക്കെ ദൈവം ശക്തമായി സംസാരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ച പ്രിയരെ, ഹല്ലേലൂയ. അവനെ വെടിവെച്ചെന്ന് മാത്രമല്ല, മിസ്രൈം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് ദൈവം എന്ത് കൊടുത്തു? കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രൈമിനും സകല ഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. വിറ്റുകളഞ്ഞവനെ അധികാരമുള്ളവനാക്കി എന്റെ ദൈവം മാറ്റി. വിറ്റുകളയാന്ന് പറഞ്ഞത് ഒഴിവാക്കി വിടുക, വേണ്ടാന്ന് മാറ്റി വെക്കുക. പക്ഷെ അവനെ തിരിച്ച് അധികാരിയാക്കി കൊണ്ടെത്തിച്ച ദൈവം. കാരണം ആരും കൂടിരുന്നു? സർവശക്തൻ കൂടിരുന്നു. പുതുനിയമസഭയിലെ പ്രസംഗത്തിൽ സ്തേഫാനോസ് പറയുകയാണ്, നമ്മുടെ ഗോത്രപിതാക്കന്മാർ സഹോദരനായ ജോസഫിനെ അസൂയ കാരണം അസൂയപ്പെട്ട് വിറ്റുകളഞ്ഞു. പക്ഷെ ദൈവം അവന്റെ കൂടിരുന്നു. സകല ദുരിതങ്ങളിൽ നിന്ന് വിടിവെച്ചെന്ന് മാത്രമല്ല, ഉയർത്തി ദൈവം മാനിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്ന് ശ്രദ്ധിച്ചേ, 50-ാം അധ്യായം. ഇത് നമ്മൾ വായിച്ചത് സ്തേഫാനോസ് പ്രസംഗിച്ചതാ ജോസഫിനെ കുറിച്ച്. പക്ഷെ ജോസഫ് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ, ഈ തന്നെ അസൂയ കാരണം വിറ്റ സഹോദരനോട് ഉൽപ്പത്തി 50-ന്റെ 19 തൊട്ട് 21 വരെ വായിച്ച ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 19 മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. യോസേഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഒരു കാര്യം ചെയ്തു, എനിക്ക് നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിനും ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് എന്നാ വലിയ ദൈവത്തെ നമ്മൾ സേവിക്കുന്നേ. വിറ്റ് കളഞ്ഞപ്പോ ജോസഫ് പറയാ, ഒരു കാര്യം ചെയ്യും, ഇപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി ഞാൻ രക്ഷിക്കും. ദേശത്ത് ക്ഷാമം വന്ന് ഈ കുടുംബം നശിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. നിങ്ങൾ ദോഷമാ ചെയ്തത്, പക്ഷെ ദൈവം എന്റെ കൂടെ ഇരുന്നത് കൊണ്ട് എനിക്ക് വിടുതൽ കിട്ടുക മാത്രമല്ല, എന്നെ ദോഷം ചെയ്തവനെയും പോഷിപ്പിക്കത്തക്കവണ്ണം ദൈവം എന്നെ ഉയർത്തി മാനിച്ചു. ഹല്ലേലൂയ. അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് എല്ലാവരും ഇനി ഒന്ന് ശ്രദ്ധിച്ച്, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യനെ സ്വന്തം സഹോദരങ്ങൾ ദോഷം ചെയ്തു. സ്വന്തം സഹോദരൻ മാത്രമല്ല, പിന്നെ താരോട്ട് വായിക്കുമ്പോൾ പലരാൾ ദോഷം അനുഭവിച്ചു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവൻ ദൈവം കൂടിരുന്നത് കൊണ്ട് ഉയർത്തപ്പെട്ടു മാത്രമല്ല, ദോഷം ചെയ്തവന് വീണ്ടും പണി കൊടുത്തെന്നല്ല, ദോഷം ചെയ്തവന് അനുഗ്രഹമായി അവന്റെ ജീവിതം മാറി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയാണ് ജോസഫിന്റെ ചരിത്രം. അതിന് ദൈവത്തിന് ഇന്ന് പകലും നമ്മളോട് ചിലത് സംസാരിക്കാനുണ്ട്. ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാനുണ്ട്. ആദ്യ മിനിറ്റുകൾ വളരെ ശ്രദ്ധിച്ച് ചില ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുക. എന്താ ഈ ജോസഫിന്റെ ജീവിതാനുഭവം? ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം എടുത്ത് അവിടെ തൊട്ട് നമുക്ക് ജോസഫിനെ കാണാം. ഹല്ലേലൂയ. തന്റെ 17-ാമത്തെ വയസ്സ് മുതലുള്ള ചരിത്രം എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു മനുഷ്യന്റെ യൗവന പ്രായത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അതിന്റെ 2 തൊട്ട് ഞാൻ പറയുന്ന ചില ഭാഗങ്ങൾ മാത്രം വായിച്ചാൽ മതി. 2ഉം 3ഉം ആദ്യം ഒന്ന് വായിച്ചേ. 2ഉം 3ഉം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 2ഉം 3ഉം വാക്യം വായിക്കുന്നു, ശ്രദ്ധിക്കുക. യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, യോസേഫിന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോട് കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി
ഓക്കെ, അപ്പം 17-ാമത്തെ വയസ്സിന്റെ ചരിത്രം പറയുന്നു. ആടുകളെ മേയിച്ച് സഹോദരന്മാരുടെ കൂടെ ജീവിക്കുന്ന അനുഭവം. ഇനി 3-ാമത്തെ വാക്യം വായിച്ചേ. 3. യോസേഫ് ആ. വാർദ്ധക്യത്തിലെ ഈ മകനാകൊണ്ട് ജോസഫ് 17-ാമത്തെ വയസ്സിന്റെ ചരിത്രം തൊട്ട പറയുന്നത് യാക്കോബിന് തന്റെ വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ ആ. എല്ലാ മക്കളിലും വെച്ച് ഇസ്രായേൽ എന്ന് മീൻസ് ഉദ്ദേശിക്കുന്ന യാക്കോബ് തന്റെ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് അവൻ വാർദ്ധക്യ കാലത്ത് ജനിച്ച മകനായതുകൊണ്ട് എല്ലാവരെക്കാൾ അപ്പുറം എന്ത് ചെയ്തു? സ്നേഹിച്ചു. എല്ലാവരെക്കാൾ അപ്പുറം സ്നേഹിച്ചിട്ട് അവൻ എന്തു കൊടുത്തു? ഒരു നിലയങ്കി അവനെ ഒരു നിലയങ്കി അവൻ എന്ത് ചെയ്തു? ഉണ്ടാക്കി കൊടുത്തു. വളരെ സ്പെഷ്യസാ. വ്യത്യസ്തമായ കളറുകളുള്ള, മേള് തൊട്ട് താഴെ വരെയുള്ള, നല്ല കാണാൻ നല്ല രസമുള്ള ഒരു അങ്കി, ഒരു പുതപ്പ് പോലത്തെ അനുഭവം, ഒരു കോട്ട് പോലത്തെ അനുഭവം അവന് കൊടുത്തു. സാധാരണ അത് പിതാക്കന്മാർ മൂത്ത മകന് കൊടുക്കുന്ന പുത്ര ഹല്ലേലൂയ ജ്യേഷ്ഠാവകാശം പോലെ കൊടുക്കുന്ന, അവരെ സ്നേഹിച്ച് അവർക്ക് അണിയിക്കുന്ന അത്ര ലെവലുള്ളതാണ് ഈ നിലയങ്കി എന്ന് പറയുന്നത്. അപ്പൊ ആ ലെവലിൽ കണ്ട് പിതാവ് അവനെ സ്നേഹിച്ച് അവന് കൊടുത്തതാണ് ഈ നിലയങ്കി. ആ നിമിഷം മുതൽ തന്റെ സഹോദരങ്ങൾക്ക് ജോസഫിനോട് അസൂയ തുടങ്ങി. ഹല്ലേലൂയ. കാരണം തങ്ങളെക്കാൾ അപ്പുറം അപ്പൻ എന്തോ ഒരു സോഫ്റ്റ് കോർണർ, ഒത്തിരി സ്നേഹിക്കുന്നു, അവന് നിലയങ്കി കൊടുത്തു. ഇതൊക്കെ കേട്ടപ്പോൾ മുതൽ തന്നെ എന്ത് ചെയ്യുന്നു? അവർക്ക് എന്ത് ചെയ്യണം? അസൂയപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ 17-ാമത്തെ വയസ്സ് മുതലുള്ള ജോസഫിന്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം നമ്മൾ ശ്രദ്ധിക്കാം. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ജോസഫിന്റെ ഒന്നാമത്തെ ഒരു സ്വഭാവം, ഒരു ഗുണം, അതിന് ജോസഫ് സ്വപ്നം കാണുന്നവനാണ്. എന്താണ്? സ്വപ്നം കാണുന്നവനാ. ഹല്ലേലൂയ. അതിന്റെ 7-ഉം 9-ഉം വാക്യം വായിച്ച 37-ന്റെ 7-ഉം 9-ഉം. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. ഇനി 9-ാമത്തെ വചനം. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. വീണ്ടും സ്വപ്നം, രണ്ടാമതൊരു സ്വപ്നം കാണുന്നു. തന്റെ സഹോദരന്മാരോട് അറിയിച്ചു. എന്നിട്ട് ആ സഹോദരന്മാരോട് അതും അറിയിച്ചു. ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ജോസഫിന്റെ ലൈഫിൽ സ്വപ്നം കാണുന്നവന് നാളെ കുറിച്ച് തന്റെ കണ്ട സ്വപ്നം തനിക്ക് ലഭിക്കുന്ന ഉയർച്ചയെ ലഭിച്ച. വയലിൽ നിൽക്കുമ്പോൾ, നമ്മളെല്ലാം നിൽക്കുമ്പോൾ എന്റെ കറ്റ മാത്രം എന്ത് ചെയ്യുന്നു? ഉയർന്നിരിക്കുന്നു, മറ്റതെല്ലാം വണങ്ങി നിൽക്കുന്നു. അതിന്റെ അർത്ഥം വരുന്ന ഭാവിയിൽ ഈ സഹോദരന്മാരെക്കാൾ ദൈവം അവന് കൊടുക്കാൻ പോകുന്ന പൊസിഷനാണ്, മാന്യതയാണ്. എന്നിട്ട് സൂര്യനും ചന്ദ്രനും ബാക്കി 11 നക്ഷത്രങ്ങളും എന്ത് ചെയ്യുന്നു? എന്നെ നമസ്കരിക്കുന്നു. അതിന്റെ അർത്ഥം അപ്പനും അമ്മയും സഹോദരൻ ഉൾപ്പെടെ ഇവന്റെ മുമ്പിൽ നിൽക്കത്തക്ക വണ്ണം ദൈവം അവനെ ഉയർത്തുന്ന ഒരു മാന്യത. ഇതാണ്. ഇതും കൂടെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും എന്തായി? വിരോധമായി. അപ്പൻ ഉള്ളിൽ അത് ഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചേ, നാളെയെ കുറിച്ച് സ്വപ്നമുള്ളവനായി തീരണം. ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അയ്യോ ജനിച്ചു ജീവിച്ചു, അങ്ങനല്ല. അങ്ങനെയുള്ളെങ്കിൽ വചനം വളരെ ശക്തമായി ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമൻ പറയുന്നു. സദൃശ്യവാക്യം 29-ന്റെ 18 ഒന്ന് ശ്രദ്ധിച്ചേ. സദൃശ്യവാക്യം 29-ന്റെ 18. വെളിപ്പാടില്ലാത്തത് കൊണ്ട് ജനം മര്യാദ വിട്ടേ നടക്കുന്നു. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. വെളിപ്പാടില്ല. ഇംഗ്ലീഷിൽ പറയുമ്പോൾ there is no vision, people perish. ഒരു ദർശനമില്ല, ഒരു വിഷൻ ഇല്ല, നാളെ കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ അവൻ പെരിഷാവും, നശിക്കാനേ സാധ്യത. പകരം വചനത്തെ, ന്യായപ്രമാണത്തെ കാക്കുന്നവന് അതിന് ബ്ലെസ്സിംഗ്. അതിൽ ആദ്യത്തെ ഭാഗം മാത്രം വെളിപ്പാടില്ലാത്തത് എങ്ങനെയോ ജീവിക്കാൻ തോന്നും. പക്ഷെ വെളിപ്പാടുണ്ടെങ്കിൽ, ഒരു വിഷൻ ഉണ്ടെങ്കിൽ, ഒരു ദർശനം ഉണ്ടെങ്കിൽ, ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തിൽ ജീവിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ സാധാ ലെവലിൽ ജീവിക്കാതെ ഒരു സ്വപ്നത്തിൽ ജീവിക്കാൻ തയ്യാറായാൽ അത് നമ്മളെ ട്രാക്കിൽ നടക്കും. എന്താ സ്വപ്നം? എന്റെ ഒറ്റ വാക്ക്, എന്നെ വിളിച്ചു വേദിരിച്ച് ഇത്രത്തോളം ദൈവകൃപയിലേക്ക് കൊണ്ടുവന്ന് എന്നെ ഈ ഭൂമിയിലേക്ക് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉദരത്തിലാക്കി ജനിപ്പിച്ച് പ്രതിസന്ധി വന്നിട്ടും തീർന്നു പോകേണ്ടതും ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ആയുസ് തന്ന, ആരോഗ്യം തന്ന് 2025 ജനുവരി മാസം 26-ാം തീയതി വരെ എന്നെ നിർത്തിയ ദൈവത്തിനൊരു സ്വപ്നമുണ്ട്, എന്തോ ഒരു പദ്ധതിയുണ്ട്. അത് നിറവേറണം എന്ന് പറഞ്ഞാണ് ജീവിക്കേണ്ടത്.
നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. ഈ സ്വപ്നം അല്ലെങ്കിൽ നിരാശ കയറും, ഒരു ആവേശം തോന്നത്തില്ല. ഒരു വിഷൻ ഉണ്ടായിരിക്കണം. വിത്തൗട്ട് വിഷൻ ജനം പെരിഷാവും. ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. നമ്മൾ ഒരിടത്തേക്ക് യാത്ര പോകുമ്പോൾ ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ കിടന്ന് കറങ്ങും. ആണോ അല്ലേ? നമുക്കൊരു ബസ് സ്റ്റാൻഡിൽ ഒരു സ്ഥലത്തേക്ക് കാസർഗോഡിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോധം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കിടന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ഉണ്ടായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ട്രെയിനിൽ ഏത് പ്ലാറ്റ്ഫോം എല്ലാം നമുക്കൊരു ദർശനം ഉണ്ടായിരിക്കും, ഒരു വിഷൻ ഉണ്ടായിരിക്കും, കാഴ്ചപ്പാടുണ്ടായിരിക്കും. എങ്കിലേ അതിനനുസരിച്ച് ടിക്കറ്റ് എടുക്കത്തുള്ളൂ, എങ്കിലേ അതിനനുസരിച്ച് ഇത് ചെയ്യത്തുള്ളൂ, എത്ര ദിവസം എന്നുള്ള അതിനുള്ള ഡ്രസ്സ് എടുക്കത്തുള്ളൂ, അതിനനുസരിച്ച് ഫുഡ് എടുക്കത്തുള്ളൂ. ഇതെല്ലാം ഒരു സ്വപ്നം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വപ്നമുള്ളവനായി, ഒരു ദർശനമുള്ളവനായി തീരണം. അത് മാത്രമല്ല, ഹല്ലേലൂയ, യഥാർത്ഥത്തിൽ റിയലിലും ദൈവം ഓരോ സ്വപ്നങ്ങളെ ബൈബിൾ ഉടനീളം നോക്കിയാൽ മതി. ദൈവം തന്റെ ജനത്തെ സ്വപ്നത്തിൽ കൂടെ ഇടപെടുകയും സ്വപ്നത്തിൽ കൂടെ സംസാരിക്കുകയും സ്വപ്നത്തിൽ കൂടെ ആലോചന പറയും ഒക്കെ ചെയ്ത ദൈവത്തെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. സകലവിധ അനുഭവങ്ങൾ നോക്കിക്കോ, സ്വപ്നത്തിൽ കൂടാണ് ദൈവം പല കാര്യങ്ങളും തന്റെ ജനത്തോട് സംസാരിച്ചിട്ടുള്ളത്. ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടതുപോലും സ്വപ്നത്തിൽ കൂടെ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ടാണ്. ഇന്ന് പകൽ ചിലതിനോട് പറയാ, ഹല്ലേലൂയ, ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വപ്നമുള്ള ദർശനമുള്ള ജീവിതം നയിക്കണം. അത് മാത്രമല്ല, റിയലായി ജീവിതത്തിൽ ദൈവം തരുന്ന ചില സ്വപ്നങ്ങൾ, അതിനു വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ നിന്നെ ദൈവം നിർത്തിയിരിക്കും. ജെരമ്യാ 29:11 പറയുന്നു, ജെരമ്യാ 29:11, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളോട് നിരൂപിക്കുന്ന, നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടത്രേ എന്ന് എന്റെ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്, തിന്മയ്ക്കല്ല നന്മയ്ക്ക് വേണ്ടി ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ നമ്മൾ ജീവിക്കണം. അടുത്തൊരാളുണ്ടെങ്കിൽ പറ, ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം എന്ന് പറ, ദർശനം ഉണ്ടായിരിക്കണം. പല വാക്ക്, സ്വപ്നം, ഒരു ദർശനം, ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അതിൽ നമ്മൾ ജീവിക്കണം. ജോസഫിന്റെ ജീവിതത്തിൽ ഒരു സ്വപ്നക്കാരനാണ്. സ്വപ്നം സഹോദരൻ, ചിലപ്പോൾ നമ്മുടെ ഈ സ്വപ്നത്തിന്റെ മുമ്പിൽ എല്ലാവർക്കും ആ സ്വപ്നം അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കാം, വിരോധം ഉണ്ടായിരിക്കും. പക്ഷെ വിഷയമല്ല, ദൈവിക സ്വപ്നത്തിലാണോ ജീവിക്കുന്നത്, ദൈവം നിന്റെ കൂടിരിക്കും. ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ഒരു സ്വപ്നം ഉണ്ടായിരിക്കും. നാളെ എന്താകണം, അത് എല്ലാവരും അങ്ങനെ ലോകത്തിൽ മനുഷ്യൻ തോന്നും, നിനക്ക് എന്താകണം, എന്തായിരിക്കണം, നിന്നെ കുറിച്ച് എന്ത് ദൈവം ആഗ്രഹിക്കുന്നു, ഈ സ്വപ്നത്തിൽ നമ്മൾ ജീവിക്കണം. ആ ഒരു സ്വപ്നത്തിന്റെ, ആ ദർശനത്തിന്റെ, ആ കാഴ്ചപ്പാട്, ആ വിഷൻ നമുക്കില്ലെങ്കിൽ അലസതരായി ജീവിക്കാൻ നമ്മൾ ഇടാവും. വിശ്വാസ ജീവിതത്തിൽ പലർക്കും പറ്റിപ്പോന്ന്, യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചില നാളുകളാകുമ്പോൾ അലസരായി ജീവിക്കാൻ കാരണം എന്താ? അവനൊരു സ്വപ്നമില്ല, ഞാൻ ഇവിടെ ആയിരിക്കുന്ന ദൈവോദ്ധതിക്കാണെന്നും ഇപ്പോൾ എൻ്റെ പൗരത്വം സ്വർഗത്തിലാണെന്നും അവൻ തക്ക സമയത്ത് വരുമെന്നും എന്നെ കൊണ്ടുപോകുമെന്നും എന്നൊരു ദർശനവും കാഴ്ചപ്പാടും ഇല്ലെങ്കിൽ ഇവിടെ ആത്മീയ ജീവിതം നന്നായി നയിക്കാൻ പറ്റത്തില്ല. സ്വപ്നമുള്ളവനായിരിക്കണം. അടുത്തത്, ജോസഫിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത 12:13 വായിച്ചു. അവന്റെ സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മേയിപ്പാൻ ശേഖേമിൽ പോയിരുന്നു. ഇസ്രായേൽ യോസേഫിനോട്, നിന്റെ സഹോദരന്മാർ ശേഖേമിൽ ആട് മേയിക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കുമെന്ന് പറഞ്ഞതിന് അവൻ അവനോട്, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അവൻ അവനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ? മതി, ഓക്കെ. ജോസഫിനോട് അനുസരിക്കുന്ന, കീഴ്പ്പെടുന്ന ഒരു മനോഭാവം ജോസഫിനുണ്ടായിരുന്നു. ഞാൻ പറയുന്ന വാക്കെല്ലാവരും ശ്രദ്ധിച്ചോണം. നമ്മൾ പറഞ്ഞ വചനം ഇതാണ്, ഒരുത്തനെ എല്ലാവരും ദോഷിച്ചു, എല്ലാവരും വെറുത്ത്, അസൂയപ്പെട്ട് വിറ്റുകളഞ്ഞു. പക്ഷെ എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ ദൈവം അവനെ കയറി പിടിച്ചു, ദൈവം അവനെ ചേർത്ത് നിർത്തി, ദൈവം കൂടിരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ ദൈവം വിടുവിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം, എന്നിട്ട് ഉന്നത സ്ഥാനത്തെത്തി. ആരൊക്കെ അവൻ അസൂയപ്പെട്ടോ ദോഷം ചെയ്തോ അവർക്ക് അനുഗ്രഹമായി അവന്റെ ജീവിതത്തെ മാറ്റി. അപ്പൊ അതിന്റെ അർത്ഥം, അതിനെന്തോ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഒന്ന്, സ്വപ്നമുള്ളവനാണ്. രണ്ട്, ജോസഫ് അനുസരിക്കുന്നവനാണ്, കീഴ്പ്പെടുന്നവനാണ്. ഉറക്കെ പറ, അനുസരണം, കീഴ്പ്പെടുക. അപ്പൻ ഒരു കാര്യം പറഞ്ഞു, ഈ സഹോദരന്മാർക്ക് വിദ്വേഷം ഉണ്ടായിരുന്നു, എന്നിട്ടും അപ്പൻ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ സഹോദരന്മാർ ആടുകളെ മേയ്ക്കാം, അവരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഇവൻ എന്താ പറഞ്ഞേ? ഞാൻ
ഞാൻ പോയി നോക്കാം. കണ്ടോ? സാധാരണ ഒരു മനുഷ്യനാണെങ്കിലോ എന്നോട് അസൂയുള്ളതാ, വേണ്ട. പക്ഷെ അനുസരിക്കുന്ന അനുഭവത്തിൽ അപ്പൻ പറഞ്ഞപ്പോൾ ജോസഫ് എന്ത് ചെയ്തു? ബൈബിളിൽ പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്, 1 ശമൂവേൽ 15:22. ശമൂവേൽ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്ന പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും ഒക്കെയാളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേജസ്സിനേക്കാളും നല്ല. ഏത് യാഗത്തെക്കാൾ, അതിന്റെ മഹത്വത്തെക്കാൾ ഏറ്റവും വലുതെന്തെന്നറിയാമോ? അനുസരിക്കുന്നതാണ്. എന്താണ്? അനുസരിക്കുന്നതാണ് ഏറ്റവും വലുത്. ബൈബിൾ ഉടനീളം നമുക്കറിയാം. പുതിയ നിയമത്തിൽ അതേ അനുഭവം പുതിയ നിയമം വെക്കുമ്പോൾ മക്കളെ, അമ്മയപ്പന്മാരെ അനുസരിക്കുക. റോമർ 13 പറഞ്ഞു, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കട്ടെ. അധികാരങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. അപ്പൊ ഇത് തന്നെ ജോസഫിന്റെ ജീവിതത്തിൽ അനുസരിക്കുന്നവനായി. പുതിയ നിയമ വെളിപ്പാടോട് ചേർത്താ ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തെ ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നത് കീഴ്പ്പെടേണ്ടടുത്ത് കീഴ്പ്പെടുക, അനുസരിക്കേണ്ടതിനെ നമ്മൾ എന്ത് ചെയ്യുക? അനുസരിക്കുക. മനോഹരമായ വചനമുണ്ട് റോമർ 13:1, 2, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു. 7, എല്ലാവർക്കും കടമായിട്ടുള്ളത് കൊടുപ്പിൻ, നികുതിക്ക് നികുതി, ചുങ്കത്തിന് ചുങ്കം, ഭയം കാണിക്കേണ്ടതുകൊണ്ട് ഭയം, മാനം കൊടുക്കേണ്ടതിന് മാനം. അവൻ എന്ത് ചെയ്യുക? കൊടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്യുക. അതുപോലെ ജീവിതത്തിൽ എഫേസ്യർ 5:21-22, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. 22, ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താവിന് കീഴടങ്ങുവിൻ. അങ്ങനെ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ അനുസരണത്തിന്റെ, കീഴടങ്ങലിന്റെ അനുഭവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ജോസഫിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ ഗുണം. 1, സ്വപ്നം കാണുന്നവൻ. 2, അനുസരിക്കുന്നവനായി. ഇനി മൂന്നാമത്തെ ശ്രദ്ധിച്ചോണം. ജോസഫിന്റെ ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് സംഭവിച്ചത്, സഹോദരന്മാരെ അനുസരിച്ചതിന്റെ റിസൾട്ട് കിട്ടിയത് പെട്ടെന്ന് അനുഗ്രഹമായിട്ടല്ല കൺമുമ്പിൽ കണ്ടത്. ഈ സഹോദരന്മാർ അടുത്തേക്ക് ചെന്നപ്പോ സഹോദരന്മാർ പറഞ്ഞത്, സ്വപ്നക്കാരൻ വരുന്നു, അവൻ കണ്ടത് അവന്റെ കറ്റ ഉയർന്നു നിൽക്കുമെന്ന. അതിന്റെ അർത്ഥം അവൻ ഉയരുമെന്ന. നമ്മൾ അവന്റെ കീഴിൽ പോയി വണങ്ങുമെന്ന. ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമുക്ക് അവനെ പിടിച്ച് പൊട്ടക്കണ്ണിട്ട് അല്ലെങ്കിൽ കൊന്നുകളയാൻ തീരുമാനിച്ചു. ഒരു തവണ വേണ്ട, കൊല്ലണ്ട, പൊട്ടക്കണ്ണി കിടക്കട്ടെ, അവിടെ കുറച്ചു നേരം കിടന്നു. അപ്പൊ പറഞ്ഞു, വേണ്ട, അങ്ങനെ കിടക്കണ്ട. ഹല്ലേലൂയ. നമുക്ക് ഏതെങ്കിലും അടിമയായിട്ട് കച്ചവടക്കാർക്ക് വിറ്റാൽ, അടിമയായിട്ട് വിറ്റാൽ എന്നും അടിമയാ. സഹോദരന്മാർ തന്ത്രപൂർവം വമ്പൻ പണിയാ ചെയ്തത് സ്വന്തം സഹോദരനായ ജോസഫിനെതിരെ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, അറിഞ്ഞോണ്ട് മനഃപൂർവമായിട്ടും നിനക്കെതിരെ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലോ, ആദ്യം നിനക്ക് പ്രതികൂലമെന്ന് തോന്നിയാലോ, ദൈവം നിന്റെ കൂടുണ്ടെങ്കിൽ സകല സങ്കടങ്ങളും വിടുവിക്കുന്ന ദൈവം ഇന്ന് പകലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണ്. എന്നിട്ട് ഐഡിയ പറഞ്ഞു കൊടുത്ത് കച്ചവടക്കാർക്ക് വിൽക്കാം. എന്നിട്ട് അപ്പന്റെ അടുത്ത് ചെന്ന് പറയാം, ദുഷ്ടമൃഗം വലിച്ചു കീറി കൊന്ന്. അതുകൊണ്ട് ഇവന്റെ ആ അപ്പനിട്ട അങ്കി ഉണ്ടല്ലോ, അങ്കി അങ്ങോട്ട് ഇവര് ഊരി എടുത്തിട്ട് കച്ചവടക്കാർക്ക് കൊടുത്തിട്ട് ഒരു കോലാട്ടിനെ അറുത്തിട്ട് ആടിന്റെ രക്തം ഹല്ലേലൂയ ഈ തുണിക്കകത്ത് മുക്കിയിട്ട് അപ്പനോട് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, അപ്പാ, നമ്മുടെ ആ സഹോദരൻ, നമ്മുടെ ജോസഫ്, നിന്റെ മകൻ മരിച്ചുപോയി. ഹല്ലേലൂയ. ദുഷ്ടമൃഗം വലിച്ചു കീറി അവനെ കൊന്നുകളഞ്ഞു. ദേ അങ്കിയുണ്ട്, നീ കൊടുത്ത അങ്കി തന്നെയല്ലേ, ഒന്ന് ചെക്ക് ചെയ്തേ. ഹല്ലേലൂയ. അപ്പനത് കണ്ടപ്പോൾ മനസ്സിലായി, ഞാൻ കൊടുത്ത അങ്കി തന്നെ. അങ്കിക്കകത്ത് ചോര കണ്ടപ്പോൾ അപ്പന് മനസ്സിലായി, ഏതോ ദുഷ്ടമൃഗം വലിച്ചു കീറി കൊന്നു. ഹല്ലേലൂയ. സഹോദരന്മാർ കാണിച്ച പണിയാണ്. പക്ഷെ അപ്പൻ എന്നേക്കുമായി തീരാ വേദനയിലേക്ക്, ബൈബിൾ പറയുന്നു, മുഴുവൻ ആൾക്കാരും ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും ആശ്വാസം കൈക്കൊള്ളാതെ നീണ്ട നാളുകൾ വേദനപ്പെട്ട് കരച്ചിലുമായി ഹല്ലേലൂയ ആ മകന് കൊടുത്ത ആ രക്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അങ്കിയും എടുത്തുകൊണ്ട് ഒരു പിതാവ് കരയുന്ന അനുഭവം. അങ്ങനെ നിൽക്കുമ്പോൾ ജോസഫിനെ വിറ്റവർ വീണ്ടും വിറ്റു. ഹല്ലേലൂയ. എങ്ങോട്ട് വിറ്റെന്നറിയാമോ? മിസ്രൈമിലെ രാജാവിന്റെ അകമ്പടി സേവിക്കുന്ന പോത്തിഫർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ ജോലി ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യാൻ ഹല്ലേലൂയ അങ്ങോട്ട് വിറ്റു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ജോസഫിന്റെ മൂന്നാമത്തെ സ്വഭാവം, എവിടൊക്കെ ഏതൊക്കെ സാഹചര്യം വന്നാലും അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസം അവൻ അടിയുറച്ചും വ്യത്യാസമില്ല
ഭയമില്ലാതെ ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ പ്രസാദം അനുഭവിക്കാൻ ഇടവന്നു. ഒറ്റ വാക്കിൽ പറയാം, ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൽ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഫേവർ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിന്റെ റിസൾട്ട് എന്താ അറിയാമോ? ഇവനെ വിറ്റ് ചെന്ന് കയറിയത് എവിടാന്നറിയാമോ? ഹല്ലേലൂയ. ഉൽപ്പത്തി 39:1 തൊട്ടൊന്ന് വായിച്ചേ. ഉൽപ്പത്തി 39:1 മുതൽ എല്ലാവരും ശ്രദ്ധിച്ചോണം. എന്നാൽ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായേലിയുടെ കയ്യിൽ നിന്നും ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫേർ എന്ന ഒരു മിസ്രൈമിൻ അവനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസേഫിന് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിനായ യജമാന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ട് എന്നും അവൻ ചെയ്തതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണമേ. അടിമയാട്ട പോയത് സഹോദരന്മാര് പണിക്കാ കൊടുത്തത്. പക്ഷേ ദൈവം ജോസഫിന്റെ കൂടെ ഇരുന്നപ്പോ അവിടെ എല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറി. തൊട്ടതെല്ലാം അനുഗ്രഹിക്കാൻ തുടങ്ങി. അടിമയായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന പോത്തിപ്പൻ ഒരു കാര്യം മനസ്സിലായി, ഇവന്റെ കൂടെ ദൈവമുണ്ട്, ഇവൻ തൊടുന്നതും ചെയ്യുന്നതും സാധിക്കുന്നു, ഇവനെ പിടിച്ച് എന്റെ ഭവനത്തിൽ അധികാരിയാക്കാം, കാരണം അത് എനിക്കും അനുഗ്രഹമാണ്. കാരണം ശ്രദ്ധിച്ച ഇത്രയധികം പ്രതിസന്ധിയും പൊട്ടക്കിണറും ഹല്ലേലൂയ വല്ലാത്ത സഹോദരന്മാരുടെ തള്ളലും അനുഭവങ്ങളും വിറ്റുകളയുന്ന അസൂയപ്പെടുന്ന അനുഭവങ്ങളും ഉണ്ടായപ്പോഴും ദൈവത്തോട് പിടിമുറുക്കി വിശ്വാസത്തിൽ പിടിച്ചു നിന്നതിന്റെ റിസൾട്ട് അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രസാദം അനുഭവിപ്പാൻ ഇടവന്നു. ഇന്ന് പകൽ ജോസഫിന്റെ ജീവിതത്തിന്റെ മൂന്നാമത്തെ വലിയ പ്രത്യേകത, ഏത് പ്രതിസന്ധിയിലും പ്രത്യാശയുടെ നല്ല സ്വീകാര്യം മുറുകെ പിടിക്കുന്ന. എബ്രായ ലേഖനത്തിൽ പറയുന്നു, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. നിനക്കൊരു സ്വപ്നം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോടൊരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന അനുഭവമാണെങ്കിലും വിറ്റുകളയുന്ന അനുഭവമാണെങ്കിലും എന്നേക്കും അവസാനിച്ച അനുഭവമാണെങ്കിലും നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ എന്റെ ദൈവം നിനക്കായി ഫേവർ വെളിപ്പെടുത്തും. പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിക്കുന്ന അഗ്നി പരിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അഗ്നിശമാനമായ വേദനയുടെ തീച്ചൂളുകളുടെ അനുഭവം നിന്റെ ലൈഫിൽ ഏതെങ്കിലും വിഷയത്തിൽ കടന്നു വരുന്നെങ്കിൽ നീ ഒരിക്കലും ഭാരപ്പെടരുത്. അതല്ല വലുത്, സ്വപ്നം തന്നവനാണ് വലുത്, സ്വപ്നമാണ് വലുത്. സ്വപ്നം കാണുമ്പോ, ദർശനം പറയുമ്പോ നാളെ ഓപ്പോസിറ്റ് വന്നാലും നീ ഭാരപ്പെടരുത്. സ്വപ്നമാണ് വലുത്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഈ ലോകത്തിന്റെ കണ്ണിലാണ് നെഗറ്റീവ് വന്നപ്പോ പോയി, പ്രാർത്ഥിച്ചിട്ട് എന്തായി? പക്ഷെ വിശ്വസിക്കുന്ന ആത്മാവുള്ളവന് മനസ്സിലായി, ഇത് ഭയങ്കര സംഭവം നടക്കാൻ പോവാ, ഇത് ഭയങ്കര സംഭവം നടക്കാൻ പോവാ. ഹല്ലേലൂയ. അല്ലെങ്കിൽ കാശ് കൊടുത്ത് ഇവിടുന്ന് പഠിക്കേണ്ടി വന്നേനെ, മറ്റത് കെട്ടിക്കൊണ്ട് പോയവര് പഠിപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഞാനൊരു അനുഭവത്തിൽ നിന്ന് പറയാ, പ്രതീക്ഷിക്കാത്തത് വന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, അസാധാരണമായത് വെളിപ്പെടാൻ സമയമായി. നിനക്ക് പറ്റിയ പരാജയം, നിനക്ക് പറ്റിയ തോൽവി, നിനക്ക് പറ്റിയ വേദന, നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ നീ വിശ്വസിക്കാൻ തയ്യാറായ അത്ഭുതമായി മാറ്റുന്നൊരു ദൈവം, ജോസഫിന്റെ ദൈവം ലിവിംഗ് ടുഡേ, ഇന്നും ജീവിക്കുന്നു. യെസ് 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 2025 നിന്നോട് പറഞ്ഞ ദൂത വലുത്. മരുഭൂമി മാറുമെങ്കിൽ മാറും. എന്തോ വലിയ വിടുതൽ ഇന്ന് പകൽ ഈ ഹോളിന്റെ അകത്ത് സംഭവിക്കുക. ചില കുടുംബങ്ങളെ തൊടുകയാണ്. നിന്റെ തലമുറയെ തൊട്ട് സംസാരിക്കുക, നിന്റെ ഭാവിയെ നോക്കി സംസാരിക്കുക, നിന്റെ ലൈഫിനെ നോക്കി ദൈവം സംസാരിക്കുക. മിറക്കൽ 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 മിറക്കൽ. അല്പ മിനിറ്റുകൾ ആരാധിച്ചോ. ജോസഫിന്റെ ദൈവം, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയാതെ
പ്രത്യാശയുടെ നല്ല സ്വീകാര്യം മുറുകെ പിടിച്ചോ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ജോസഫിന്റെ ദൈവം. ഇന്ന് പകൽ ശ്രദ്ധിച്ചേ, ഇന്ന് പകൽ ശ്രദ്ധിച്ചേ. സഹോദരന്മാർ ദോഷിച്ചു, തള്ളിക്കളഞ്ഞു, വിറ്റുകളഞ്ഞു. പക്ഷെ സകല സങ്കടങ്ങളിൽ നിന്ന് വിടിവിക്കുന്ന ദൈവം അവന്റെ കൂടെ നിന്നു. സ്വപ്നം കണ്ടിട്ട് പിറ്റേ ദിവസം മുതൽ ഒരു കാര്യവും അനുകൂലമല്ലായിരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന സകലരോട് പറയാം, നിന്റെ ജീവിതത്തിന്റെ ദൂത് കേൾക്കും തോറും നീ വല്ലാതെ വരുന്നെന്ന് തോന്നുമെങ്കിൽ മനസ്സിലാക്കിക്കോ, വലുത് ജീവിതത്തിൽ വെളിപ്പെടാൻ സമയമായി. ചിലരുടെ ലൈഫിൽ അങ്ങനെ ദൈവം കൊണ്ടുപോകാറുണ്ട്. ഇന്ന് പകൽ ചിലർ വിശ്വസിച്ചോണം കേട്ടോ. ഒരു ഭയങ്കരമായ ചില സങ്കടങ്ങളിൽ കിടക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് ദൈവം കൊണ്ടെത്തിക്കാൻ പോവുക. ദൈവപ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിക്കാൻ പോവുക. ആമേൻ. ഇനി ശ്രദ്ധിച്ചേ, അടുത്ത പ്രധാനപ്പെട്ട ജോസഫിന്റെ ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം, തന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം. എബ്രായർ 12:4 എന്ന് വായിച്ചേ. എബ്രായർ 12:4. ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സ് 4. എബ്രായർ 12:4. എബ്രായർ 12:4 വായിച്ചു. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പാപത്തോട് കോംപ്രമൈസ് ചെയ്യുക, വിട്ടോടുക. ജോസഫിന്റെ ജീവിതത്തിൽ പോത്തിഫറിന്റെ വീട്ടിലായിരിക്കുമ്പോ ദുഷ്ടന്റെ ദൃഷ്ടി പതിഞ്ഞു. തനിക്ക് പാപം ചെയ്യാൻ ഒരവസരം ലഭിച്ചു. പക്ഷെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ആരുമില്ല, എനിക്ക് ചെയ്യാം, പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൺമുമ്പിൽ ഞാനത് ചെയ്യില്ല. ഞാൻ ചെയ്യുന്നത് ദൈവത്തോട് പാപമായിരിക്കും. എനിക്ക് അവസരമുണ്ട്, എനിക്ക് സാഹചര്യമുണ്ട്, ആരും അറിയില്ല, പക്ഷേ ഞാൻ ചെയ്യുന്നത് എന്റെ സ്വപ്നം തന്ന ദൈവത്തോട് വിരോധമാണ്. ജോസഫിന്റെ സ്വഭാവം സമ്മർദ്ദം വരുമ്പോഴും അതിനെ എതിർത്ത് നിൽക്കുക. കാരണം ബൈബിൾ പറയുന്നത് 1 പത്രോസ് 1:14-16 വരെ അത് വായിച്ചേ. 1 പത്രോസ് 1:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജോസഫിന് വിശുദ്ധിയോടെ ജീവിക്കുക, അശുദ്ധമായതിലേക്ക് പോകാതിരിക്കുക. നോ എന്ന് പറയേണ്ടതിന് നോ എന്ന് പറയാം. സാഹചര്യം അനുകൂലമാകാം, കുഴപ്പമില്ലായിരിക്കാം, പക്ഷേ നമ്മൾ അതിലേക്ക് പോകരുത്. കാരണം കാണുന്ന ഒരു ദൈവം ഉണ്ട്. ജോസഫിന് സാഹചര്യം അനുകൂലം വന്നപ്പോഴും ജോസഫ് ഒരു തീരുമാനമെടുത്തു, അതെനിക്ക് വേണ്ട, എന്റെ ദൈവത്തോട് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിളിച്ചത് അശുദ്ധിക്കല്ല, വിശുദ്ധിക്ക്. ഉറക്കെ പറ, അശുദ്ധിക്കല്ല, വിശുദ്ധിക്കാണ് ദൈവം വിളിച്ചത്. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളെ വിളിച്ചത് അശുദ്ധനായ ദൈവമല്ല, വിശുദ്ധനായ ദൈവം. അതനുസരിച്ച് നടക്കാനാണ് ദൈവം നമ്മെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ, അങ്ങനെ ഒരു ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പൊ ജോസഫിന്റെ ജീവിതത്തിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, പാപത്തോട് നോ പറയുന്ന, കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ജീവിതം. അടുത്തത് ജോസഫിന്റെ ജീവിതത്തിൽ അങ്ങനെ നോ പറഞ്ഞത് കൊണ്ട് ചെയ്യാത്ത തെറ്റിന്
ആരോപണം, സ്ത്രീ വിഷയത്തിൽ ആരോപണം വന്ന് എന്നേക്കുമായി തീരുമെന്ന് ചിന്തിച്ച് വീണ്ടും കാരാഗ്രഹത്തിൽ മിസ്രൈമിൽ അടയ്ക്കപ്പെട്ടു. അതോടെ എല്ലാരും ചിന്തിച്ചു കാണും, ഫിനിഷ്, മറ്റേ അടിമയായിട്ടാണ് ഇത്, ഇങ്ങനത്തെ ഒരു വിഷയം തീർന്നു, കാരാഗ്രഹത്തിൽ കിടക്കുക. പക്ഷെ ഒരു കാര്യം പറയാം, ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ജോസഫ് ദൈവാത്മാവിൽ നിറവുള്ളവനായിരുന്നു. ജോസഫിന്റെ അടുത്ത സ്വഭാവം ഏത് സാഹചര്യത്തിലും ആത്മാവിൽ നിറവ് കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. അത് ബൈബിൾ പറഞ്ഞു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പാട് ആത്മാവിൽ നിറയുക. പുറകെ പറ, ആത്മാവിൽ നിറയുക. നിറഞ്ഞതേ ഒഴുകാൻ പറ്റത്തുള്ളൂ. ആത്മാവിന്റെ നിറവിന്റെ ജീവിതം. ജോസഫിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആത്മനിറവിന്റെ ജീവിതമാണ്. ഈ ജോസഫ് ഇനി ശ്രദ്ധിച്ചോണം, ജോസഫ് കാരാഗ്രഹത്തിൽ വീണപ്പോ ഒരു സംഭവിക്കുന്ന സംഭവം ശ്രദ്ധിച്ചോണം. ഞാനൊരു കാര്യം പറയാം, ഇതെല്ലാം നടക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. വെളിയിൽ നിന്ന് ഒരുത്തിന് നോക്കുമ്പോഴും ചിലപ്പോൾ ജോസഫിന് നോക്കുമ്പോഴും നിരാശയുടെ അനുഭവങ്ങളാണ് കാണുന്നത്. പക്ഷേ ഇതെല്ലാം ദൈവം ഒരു സ്വപ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പദ്ധതിയാണ്. ഹല്ലേലൂയ. അവിടെ കാരാഗ്രഹത്തിൽ വന്നു വീണപ്പോ കൂടെ രണ്ടുപേര്, ഈ രാജാവിന്റെ രണ്ട് ഉദ്യോഗസ്ഥർ, പാനപാത്രവാഹനും അപ്പക്കാരനുമായ രണ്ട് ഉദ്യോഗസ്ഥർ വന്നു. അവരെന്തോ ഒരു ചെയ്ത തെറ്റിന് രാജാവിന് കോപം വന്ന് ഇവരെ പിടിച്ചിട്ടേക്കാം. അവര് സ്വപ്നം കണ്ടു. ജോസഫ് പറഞ്ഞ ഞാൻ വ്യാഖ്യാനിക്കാന്ന് പറഞ്ഞു. അവിടെയും ആത്മാവിലായിരുന്നു. ഹല്ലേലൂയ. കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. പാനപാത്രനോട് പറയുന്നു, വീണ്ടും രാജാവ് നിന്നെ പാനപാത്രത്തിലേക്ക്, മുന്തിരിച്ചാറിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കും, നിനക്ക് വീണ്ടും രാജകൊട്ടാരത്തിൽ വിളമ്പാൻ അവസരം കിട്ടും. അടുത്ത അപ്പക്കാരനോട് പറഞ്ഞു, നിനക്കിനി അവസരമില്ല, രാജാവ് നിന്നെ കൊല്ലും. അതുപോലെ സംഭവിച്ചു. ഒരുത്തനെ കൊന്നു, പാനപാത്രനെ വീണ്ടും രാജാവ് പഴയ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചു. എത്തിക്കുന്നതിന് മുമ്പേ ദൂത് പറഞ്ഞപ്പോൾ, സ്വപ്നം പറഞ്ഞു കൊടുത്തപ്പോൾ ജോസഫ് അറിയാതെ നിഷ്കളങ്കയോട് പറഞ്ഞു കൊടുത്തു. ഒരു കാര്യം പറഞ്ഞു, നിന്നെ ദൈവം രാജാവ് വീണ്ടും കൊണ്ടുപോകും, ദൈവം നിന്നെ മാനിക്കും. എന്റെ കാര്യം ഒന്ന് ഓർക്കണേ, സഹോദരന്മാർ എനിക്ക് ദോഷം ചെയ്തു. ഹല്ലേലൂയ. ആ വാക്ക് മനോഹരമായ ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ. നീ എന്നെ എന്ത് ചെയ്യണം? ഓർക്കണേ. 40:14 എന്ന് വായിച്ചേ. 40:14. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. 15 എന്നെ എബ്രായരുടെ ദേശത്തു നിന്നും കട്ടുകൊണ്ടു പോന്നതാകുന്നു ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. കണ്ടോ, ഒന്ന് കട്ടുകൊണ്ടുവരുന്ന പോലെ സഹോദരന്മാരുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന. നീ രാജാവിനോട് പറഞ്ഞ എന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ ഇപ്പോൾ ഈ കാരാഗ്രഹത്തിൽ കൊണ്ടുവരെ കിടക്കുകയാണ്. ഇവിടെ വരാനും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നിഷ്കളങ്കനായി പറയുന്ന അനുഭവം. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഇതുപോലെ താരണ്ട അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം. പക്ഷെ ഞാനൊരു ദൂത് പറയാം, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ജോസഫിന്റെ കൂടെ ഇരുന്ന ദൈവം നമ്മളോട് കൂടിരിക്കും. പക്ഷെ സംഭവിച്ചത്, ഈ പാനപാത്രക്കാരൻ മേലോട്ട് കയറിപ്പോയി. അവൻ മറന്നു. അവൻ എന്ത് ചെയ്തു? മറന്നുപോയി. അപ്പൊ എന്തൊരു വിഷമം അറിയാമോ? കാരണം അവനെ ഒന്ന് സഹായിച്ചതാ, ദൂത് പറഞ്ഞതാ, നീ ചെല്ലുമ്പോ എന്റെ കാര്യം പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷിച്ചേക്കണേ. അവൻ ചെന്നിട്ട് അവൻ മറന്നുപോയി. പക്ഷെ ഒരു സംഭവിക്കുന്നൊരു കാര്യം, എല്ലാവരും മറന്നുപോയി. പക്ഷെ സ്വപ്നം തന്ന ദൈവത്തിന് മറക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് മറക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് രാജാവിന് തന്നെ ഒരു സ്വപ്നം ദൈവം കൊടുത്തു. എന്നാ ദൈവത്തെ നമ്മൾ സേവിക്കുന്നേ. രാജാവിന് സ്വപ്നം കൊടുത്ത് ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞപ്പോ മന്ത്രവാദികളും അവരെല്ലാം വിളിച്ചു. രാജാവ് സ്വപ്നം കണ്ടു. ഇച്ചിരി വിഷമതയോടെ എഴുന്നേക്കുന്നേ. ഹല്ലേലൂയ. എഴുന്നേറ്റിട്ട് പലരോടും പറഞ്ഞു, 2 സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. അവരോടെല്ലാം പറഞ്ഞു, ആർക്കും സ്വപ്നം പറഞ്ഞു കൊടുത്ത് ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. അപ്പനാണ് പാനപാത്രവാഹൻ ഓർപ്പിച്ചു പറയുന്നത്, എന്നെ കൊണ്ട് നേരത്തെ ജയിലിൽ ഇട്ടായിരുന്നല്ലോ യജമാനൻ, ആ സമയത്ത് ഒരുത്തൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എബ്രായക്കാരൻ. ഹല്ലേലൂയ. അവൻ എന്നോടൊരു കറഞ്ഞ കാര്യം സ്വപ്നം വ്യാഖ്യാനിച്ചു. അതുപോലെ രാജാവ് എന്നെ വീണ്ടും രണ്ടാമത് ഈ പൊസിഷൻ ഏൽപ്പിച്ചു. നമുക്ക് അവനോട് ചോദിക്കാം. ഹല്ലേലൂയ. അങ്ങനെ അവനെ വിളിക്കാൻ പറഞ്ഞു. ജോസഫ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. രാജാവേ, ഒരു വലിയ സമൃദ്ധിയോടെ കുറച്ച് നാളുകളുണ്ട്. ഈ തുടർന്ന 7 വർഷം സമൃദ്ധിയാണ്. പക്ഷെ അത് കഴിഞ്ഞു വീണ്ടും അടുത്ത 7 വർഷം സമൃദ്ധിയില്ലാത്ത ക്ഷാമം വരും.
അതുകൊണ്ട് ഈ 7 വർഷം നമ്മൾ മാക്സിമം സംഭരിക്കണം, എന്നിട്ട് ബാക്കി 7 വർഷം നമുക്ക് ജീവിക്കണം. അതിനുള്ള സ്വപ്നമാണ് ദൈവം കാണിച്ചത്. അതങ്ങോട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഹല്ലേലൂയ, രാജാവിന് മനസ്സിലായി ഇതുപോലെ ദൈവാത്മാവുള്ള മനുഷ്യൻ വേറാരുമില്ല. ഹല്ലേലൂയ. എന്നിട്ട് സംഭവിച്ച സംഭവം ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. വേഗത്തിൽ ശ്രദ്ധ 41 ഹല്ലേലൂയ 37 തൊട്ടൊന്ന് വാക്യം ഒന്ന് വായിച്ചേ. 37 തൊട്ട് 41 ഉൽപ്പത്തി പുസ്തകം 41 37 മുതലുള്ള വാക്യങ്ങൾ എല്ലാവരും വചനത്തെ ശ്രദ്ധിച്ചോണം. ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൾ ഒരുത്തനുമില്ല. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോണം. അടുത്ത 41 വചനം വളരെ ശ്രദ്ധിക്കണം, മറക്കരുത്. എല്ലാവരും ഒരു കോഡ് ഭാഷ പറയാ. 41 ഉറക്കെ പറ. 41 ഉൽപ്പത്തി 41. ഇന്ന് എല്ലാവരോടുള്ള ദൂത, ഓരോ തലേ തൊട്ട് ദൂത് പറയാൻ. 41 ഇനി ശ്രദ്ധിച്ചേ. ഇതാ മിസ്രൈം ദേശത്തിനൊക്കെ ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. അതിന്റെ താരോട്ട് 42 കൂടെ. ഫറവോൻ തന്റെ കയ്യിൽ നിന്നും മുദ്രാമോതിരം ഊരി യോസേഫിന്റെ കൈക്ക് ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. മതി, ശ്രദ്ധിച്ചേ. ഇനി നീ അധികാരി എന്ന് പറഞ്ഞ് അധികാരം കൊടുത്തു. എന്നിട്ട് ഒരു അങ്കി വസ്ത്രം അവനെ ധരിപ്പിച്ചു. എവിടെ നിനക്ക് നഷ്ടപ്പെട്ടോ, എവിടെ ശത്രു വലിച്ചൂരിയോ, നിന്റെ അപ്പൻ, സ്വന്തം അപ്പൻ തന്നത് സഹോദരന്മാർ വലിച്ചു കീറി. പോത്തിപ്പറിന്റെ വീട്ടിൽ പോത്തിപ്പറിന്റെ ഭാര്യ ഉള്ളത് വെച്ച് നീ ജീവിച്ചതാ, ആ വസ്ത്രവും അവള് വലിച്ചു കീറി. പക്ഷെ നിന്നോട് ദൈവത്തിന് പറയാനുള്ളത്, എവിടൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടോ അത് തിരിച്ച് മടക്കി തരുന്ന ഒരു ദൈവത്തെയാ സേവിക്കുന്നേ. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരമോരെ ജോസഫിന്റെ കയ്യിലിട്ടിട്ട് അധികാരത്തെ കാണിക്കുക. ഇനി നീയാണ് അധികാരി. ഹല്ലേലൂയ. നല്ല വസ്ത്രം കൊണ്ട് ദൈവം ധരിപ്പിച്ചു. ഇന്ന് പകൽ ദൈവ പൈതലേ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ വ്യാകുലപ്പെടരുത്. നീ പ്രാർത്ഥിച്ച് കാത്തിരുന്നു, നിന്നെ ഉയർത്തുന്നൊരു സമയമുണ്ട്. ജോസഫിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. നിന്നെ മാനിക്കുന്നൊരു സമയമുണ്ട്. നിന്നെ ഇത് ശത്രു വലിച്ചു കീറിക്കൊണ്ടുപോയത്, നിന്നെ അപകരിച്ചുകൊണ്ടുപോയത്, തിരിച്ചു ദൈവം നിന്നെ ഉടുപ്പിക്കുന്ന ഒരു സമയമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു? ചിലപ്പോ ജോസഫ് ആദ്യം ചിന്തിച്ചാണ്, അയ്യോ എന്റെ സ്നേഹിച്ചപ്പൻ എന്നെ ഇട്ട വസ്ത്രം ഈ സഹോദരങ്ങൾ കീറിയല്ലോ. അടിമ വീട്ടിൽ ഉള്ള അടിമ വീട്ടിൽ ഉള്ള വസ്ത്രമായി ജീവിച്ചത് പോത്തിപ്പറിന്റെ വീട്ടിൽ, അവിടുന്നും വലിച്ചു കീറിയല്ലോ എന്റെ ഡ്രസ്. ഹല്ലേലൂയ. പക്ഷേ എവിടെങ്കിലൊക്കെ നിനക്ക് നഷ്ടപ്പെടുന്നെങ്കിൽ നീ എഴുതി വെച്ചോ, ഒരു മാന്യതയുടെ വസ്ത്രം ഉടിപ്പിക്കാനാ ദൈവം നിന്നെ കടത്തിവിട്ടത്. നാൽപ്പത്തഞ്ചാമത്തെ അധ്യായത്തിലെ വാക്യത്തില് 45 ഫറവോൻ എന്ത് ചെയ്യുന്നറിയാമോ? ജോസഫിന് അവിടുത്തെ ടോപ്പ് കുടുംബത്തിലെ മിസ്രൈമിലെ ഒരു മകളെ കൊണ്ട് ഇവനെ കല്യാണം കഴിപ്പിച്ചു. ചരിത്രം അങ്ങനെ പറയുന്നത്. മിസ്രൈമിലെ പ്രസിദ്ധമായ കുടുംബത്തിൽ നിന്ന് ഒരു മകളെ കൊണ്ട് ഈ ജോസഫിനെ വിവാഹം ചെയ്തു. താരോട്ട് വായിക്കും. അതിന്റെ തൊട്ടടുത്ത വചനം വായിച്ചേ. 46. അവൻ എത്ര വയസ്സായി? ജോസഫ് മിസ്രൈം രാജാവായ ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന്
30 വയസ്സ്. 17-ാമത്തെ വയസ്സിൽ സ്വന്തം അപ്പന്റെ വീട്ടിൽ നിന്നിറങ്ങി സഹോദരന്മാർ ദോഷം ചെയ്തവൻ 30-ാമത്തെ വയസ്സിൽ മാനിച്ച് ദൈവം ഉയർത്തി. നീണ്ട 13 വർഷം വേദനയെ കൂടെ കടന്നുപോയി. ഒരു ചരിത്രം പറയുന്നു, അതിലെ 10ഓളം വർഷം അവൻ ജയിലിൽ തന്നെയായിരുന്നു. എന്ന അനുഭവത്തിൽ കൂടെ കടന്നുപോയി. പക്ഷെ 30-ാം വയസ്സിൽ ദൈവം മാനിച്ചു. ഞാൻ അവിടെ നിന്ന് ദൂത് പറയാം, ചിലതൊക്കെ മറന്നത് നന്മയ്ക്കാണ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചേ, ആ പാനപാത്രവാഹൻ ആ സമയത്ത് ഓർത്തായിരുന്നെങ്കിൽ രാജാവിനോട് കേണപേക്ഷിച്ച് അവനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് അങ്ങ് റിലീസ് ആക്കണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ റിലീസ് ചെയ്ത് കിട്ടിയേനെ. അത്രേ കിട്ടത്തുള്ളൂ. പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ചിലതൊക്കെ മറന്നതും നന്മയ്ക്കാ. അവൻ ചിലതിനെയൊക്കെ മറപ്പിച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് ഓർപ്പിച്ചത് കൊണ്ട് അവൻ രാജാവായ അധികാരത്തോടെ പ്രധാനമന്ത്രിയുടെ പൊസിഷനോടെ തിരിച്ചു. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ജോസഫിന്റെ ഇനി ജോസഫിന്റെ ഏറ്റവും വലിയ സ്വഭാവം ആ വിശ്വാസത്തോടും പ്രമാണത്തോടും നീതി പുലർത്തുന്നവനാണ്. കാരണം സങ്കടദേശത്ത് മിസ്രൈമിലാണ്. അവിടുത്തെ ഭാര്യയും കുടുംബവും ഒക്കെ കിട്ടി. മിസ്രൈം സഹോദരിയാണ് കല്യാണം കഴിച്ചത്. പക്ഷെ മക്കൾ ജനിച്ചപ്പോ മക്കൾക്ക് എബ്രായ പേരായിട്ടെ. അവൻ എവിടുന്ന് വന്നോ അവന്റെ ദൈവത്തിന്റെ അനുഭവത്തിൽ തന്നെ നിന്നു. അത് ശ്രദ്ധിച്ചേ. ഉൽപ്പത്തി 41-ന്റെ 51, 52 വാക്യം വായിച്ചേ. എന്റെ സകല കഷ്ടതയും എല്ലാവരും എടുത്തേ. ഉൽപ്പത്തി 41-ന്റെ 51, 52. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫെ തന്റെ ആദിജാതന് മനശ്ശെ എന്ന് പേരിട്ടു. ആദിജാതൻ എന്ത് ചെയ്തു? മനശ്ശെ. എന്നാ ഇവിടെ അല്ലേ എല്ലാ സെറ്റപ്പും എന്ന് പറഞ്ഞ് അല്ല. അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ, അവൻ ആരാധിക്കുന്ന ദൈവത്തെ, ആ അനുഭവത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ജോസഫിന്റെ പറയും, ഏതൊക്കെ സായിരുന്നാലും വിശ്വാസത്തിന് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി, വചനത്തിന്റെ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവനായിരുന്നു. സങ്കടദേശത്ത് എന്റെ സകല കഷ്ടതയും ദൈവം മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. 52 സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവനെ എഫ്രീം എന്ന് പേരിട്ടു. എഫ്രീം എന്ന് പേരിട്ടു. എബ്രായ പേര് കൊടുത്ത് ദൈവത്തോടുള്ള വിശ്വസ്തത അവൻ കാണിച്ചു. ഇനി പറ, ഇങ്ങനെയുള്ളവന്റെ കൂടെ ദൈവം നിൽക്കത്തില്ലേ? അതാ ദൈവം കൂടെ നിന്ന് വിടിവിച്ച് അത്ഭുതം ദൈവം ചെയ്തത്. ഇനി പ്രധാനപ്പെട്ടൊരു സംഭവം, 2 കാര്യമാണ്. അത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ജോസഫിന്റെ ലൈഫിൽ ഇനിയുള്ള 2 അടുത്തത് എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചു. ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ജോസഫിനുണ്ടായിരുന്നു. ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ജോസഫിനുണ്ടായിരുന്നു. കാരണം ദേശത്ത് ക്ഷാമം വന്നപ്പോൾ ധാന്യം മൊത്തം മിശ്രമില്ല. സഹോദരന്മാർ ആദ്യം അറിയാതെ ഇവനാണല്ലോ എല്ലാത്തിനും ഗഹവിചാരകൻ. ഇവന്റെ മുമ്പിൽ പോയാണ് ജോസഫിന്റെ സഹോദരന്മാർ ധാന്യം ചോദിച്ചത്. അത് അപ്പനവൻ ഓർത്തത്, എന്റെ കറ്റ ഉയർന്നു നിൽക്കുന്നു, മറ്റവന്റെ കറ്റയെല്ലാം താണു നിൽക്കുന്നു. കാരണം അവർ മറ്റേ ദേശത്തെല്ലാം ക്ഷാമമാണ്. എല്ലാവരും ഓടി ഇവിടെ വരുന്നേ ധാന്യം വാങ്ങിക്കാൻ. ദൂത് നിറവേറി, ഉന്നത സ്ഥാനമെത്തി, സഹോദരന്മാർ വണങ്ങുന്ന അവസ്ഥയെത്തി. പക്ഷേ ജോസഫ് ക്ഷമിക്കുന്നവൻ. സഹോദരന്മാർക്കിട്ട് പണി കൊടുക്കായിരുന്നു, അധികാരവും അവസരവും അവനുണ്ടായിരുന്നു. പക്ഷെ ജോസഫ് പറഞ്ഞൊരു വാക്കുണ്ട്. ഉൽപ്പത്തി 45-ന്റെ 4-5 വാക്യങ്ങളൊന്ന് വായിച്ചു. യോസേഫ് സഹോദരന്മാരോട് ഇങ്ങോട്ടേ അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. താൻ ജോസഫാണെന്ന് വെളിപ്പെടുത്തുന്ന അനുഭവമാണ്. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. കണ്ടോ, വെളിപ്പെടുത്തുക. ഇനി അടുത്തു വാ. നിങ്ങൾ വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരനായ ജോസഫാണ് ഞാൻ. പക്ഷെ ഒരു കാര്യം, ഇനി ഞാൻ അഹങ്കരിക്കുകയല്ല. എന്നെ വിറ്റത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? വ്യസനിക്കണ്ട, വിഷാദിക്കുക. ഈ ഒരു മനോഭാവം നമ്മളാണ്. എനിക്കറിയാതെ ഇങ്ങോട്ട് വരുമെന്ന്. ഇച്ചിരി കഴിയട്ടെ, നോക്കട്ടെ. അല്ല,
ജോസഫിന്റെ ക്രിസ്തുവിന്റെ സ്നേഹം, ക്രൂശിൽ പാഞ്ഞൊരുകിയ സ്നേഹം. ജോസഫ് പറയാ, ശരിയാ, നിങ്ങൾ ദോഷമോ ചെയ്തത്, നിങ്ങളൊന്നും ഭാരപ്പെടേണ്ട, വിഷമിക്കുകയും വേണ്ട. കാരണം ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. അവിടെ ആയിരുന്നെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ കുലവും പട്ടിണി കൊണ്ട് ദാരിദ്ര്യത്തിൽ മരിച്ചു വീണേനെ. ഇന്ന് ഞാൻ ഇവിടെ അധികാരിയായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സകല കുടുംബങ്ങൾക്കും ഗോത്രങ്ങൾക്കും ആഹാരം കൊടുക്കാൻ ദൈവം എന്നെ മുമ്പേ അയച്ചതാ. നീ ഒറ്റയ്ക്കൊരു വേദന അനുഭവിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, ആ കുടുംബത്തിന്റെ മുഴുവൻ ജീവരക്ഷയ്ക്ക ഇന്ന് നീ ആ വേദനയിൽ കൂടെ കടന്നു പോകുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ മനസ്സിലായോ? ഇന്ന് നീ ഒറ്റപ്പെട്ട് വേദനയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ മനസ്സിലായിക്കോണം, നിന്റെ ജീവിതവും നിന്റെ കുടുംബം മുഴുവൻ രക്ഷിക്കാനുള്ള പദ്ധതിക്കാ നീ ഒറ്റപ്പെടുന്നത്. കരമടിച്ചൊന്ന് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കരയട്ടെ. എന്നിട്ട് താരോട്ട് വായിക്കുമ്പോൾ ജോസഫ് പറയുന്നുണ്ട്, അപ്പനെ വിളിച്ചോണ്ട് വരണം, അപ്പനോട് പറ ഞാൻ ജീവനോട് ഇരിക്കുന്നത് പറ. ഹല്ലേലൂയ. അപ്പനെ കൊണ്ടുവരാൻ രഥങ്ങളെ അയച്ചു. ഹല്ലേലൂയ. മിസ്രൈമിലെ ശക്തമേറിയ രഥങ്ങളെ, കാണാൻ രസമുള്ള രഥങ്ങളെ അയച്ചു. ഹല്ലേലൂയ. അപ്പനോട് ചെന്ന് ഇവരൊന്ന് പറഞ്ഞു, നമ്മുടെ ജോസഫ്, നമ്മുടെ സഹോദരൻ, നിന്റെ മോൻ ജോസഫ് ജീവിച്ചിരിക്കുന്നു. അപ്പൻ ആദ്യം വിശ്വാസമില്ല. ഹല്ലേലൂയ. സഹോദരൻ പറഞ്ഞു, നോക്കിക്കോ, നമ്മുടെ കൂടാരത്തിന്റെ പുറത്ത് മുറ്റത്തോട്ട് നോക്കിക്കോ, വെട്ടിത്തിളങ്ങുന്ന ഫറവോന്റെ രഥങ്ങൾ കണ്ടോ? ഇത് ജോസഫ് അയച്ചു തന്നതാ അപ്പനെ കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. കണ്ണീരോടെ, കയ്യോടെ, നീണ്ട വർഷങ്ങൾ, നീണ്ട 13-ൽ പരം വർഷങ്ങൾ കണ്ണീരോടെ ഒരു കൂടാരത്തിൽ കഴിഞ്ഞ അപ്പന് മനസ്സിലായി, ഞാനും എന്റെ കുടുംബം നശിക്കാതിരിക്കാനാണ് ഞാൻ ഈ കണ്ണീര് കണ്ടത്. നമ്മളൊരു കാര്യം പറയാം, ക്ഷമിക്കുക. കൊലോസ്യയിൽ ഒരു വചനമുണ്ട്, കൊലോസ്യർ 3:12 തൊട്ടൊരു വചനം. അത് വേണേ ഒന്ന് എടുത്ത് വായിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. എന്താ മനോഹരമായ വചനം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ സഹോദരന്മാർ വീണ്ടും പേടിച്ചു. കാരണം എന്നറിയാമോ? ഉൽപ്പത്തി 50:14 വായിച്ചേ. യോസേഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങി. അപ്പനായ യാക്കോബ് മരിച്ചു. ഇനി 15. അപ്പൻ മരിച്ചുപോയി എന്ന് യോസേഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസേഫ് നമ്മെ ദേഷിച്ചു, നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ്. അപ്പൊ സഹോദരന്മാർക്കൊരു പേടി, അപ്പൻ ഇരുന്നോണ്ടാണോ അവൻ ക്ഷമിച്ചത്? അപ്പൻ മരിച്ചു, ഇനി ജോസഫ് നമ്മളോട് പ്രതികാരം ചെയ്യുമായിരിക്കും. ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ അവൻ ഇനി പ്രതികാരം ചെയ്യും. അപ്പൻ മരിച്ചു, ഇനി പ്രതികാരം ചെയ്യും. അതിന് ജോസഫ് പറഞ്ഞതാണ് 16 തൊട്ടുള്ള വചനങ്ങൾ. 16 തൊട്ടെന്ന് വച്ചേ. അവർ യോസേഫിന്റെ അടുക്കൽ ആളയച്ചു, അപ്പൻ മരിക്കും മുമ്പേ. അല്ല, ഇനി അതിന്റെ താരോട്ട് വായിച്ചു. അപ്പം 18 തൊട്ട് വായിച്ചു. 18 തൊട്ട് വായിച്ചു. അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു, ഇതാ ഞങ്ങൾ നിനക്കും അടിമകൾ എന്ന് പറഞ്ഞ്. ശ്രദ്ധിച്ചേ, പേടിച്ചിട്ട് ആരടുത്ത് പോയി? ജോസഫിന്റെ അടുത്ത് പോയിട്ട് പറയാ, ഞങ്ങൾ ഇനി നിനക്ക്. ഉൽപ്പത്തി 37 എന്തുവാ? ഇവനെ പിടിച്ച് അടിമയായിട്ട് വിറ്റു. തിരിച്ച് ഇതേ സഹോദരൻ വന്നിട്ട് പറയാ, ഞങ്ങൾ ഇനി നിന്റെ അടിമ. എന്നാ ദൈവത്തിന്റെ മഹത്വം ആലോചിച്ച് നോക്ക്. എന്നാ ദൈവത്തെ നമ്മൾ സേവിക്കുന്നേ. പക്ഷെ ജോസഫ് അത് സ്വീകരിച്ചില്ല. ജോസഫ് താരോട്ട് വായിച്ചേ. യോസേഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? ഞാൻ ദൈവമൊന്നുമല്ല. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു.
പക്ഷേ ഇപ്പൊ കാണുന്നത് നമ്മുടെ കുടുംബത്തിന് മൂലം രക്ഷ കിട്ടാൻ വേണ്ടി ദൈവം ഗുണമാക്കി തീർക്കും. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിച്ചത്. സഹോദരന്മാർ വിറ്റുകളഞ്ഞത്, പൊട്ടക്കിണറിൽ ഇറ്റത്, ഫോത്തിഫിന്റെ ഭവനത്തിലായിപ്പോയതും, ഷഹാലിൽ പാനപാത്രക്കാരൻ മറന്നുപോയതും, ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കായി മാറ്റുന്നൊരു ദൈവം. അടുത്തത് ബഹുജനത്തിന് ജീവരക്ഷയ്ക്കായി വരുത്തേണ്ടതിനെ ഗുണമാക്കി തീർത്തു. 21 ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. യോസേഫും അവന്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. യോസേഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. ബാക്കിയുള്ള എല്ലാം മിസ്രൈമിൽ കുടുംബമായി സുഭിക്ഷമായി പാർത്തു. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ജോസഫിന്റെ ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലുതും കൂടാതെ, ജോസഫ് സ്വപ്നമുള്ളവനും വിശ്വാസമുള്ളവനും വിശുദ്ധിയോടെ നിൽക്കുന്നതും ക്ഷമിക്കുന്നവനും ആത്മനിറവിനുള്ള ജീവിതം നയിക്കുക മാത്രമല്ല, നാളെക്കുറിച്ച് പ്രത്യാശയുള്ളവനും കൂടായിരുന്നു. നാളെക്കുറിച്ച് പ്രത്യാശയുള്ളവൻ. ജോസഫ് ഒരു കാര്യം പറഞ്ഞു. 50:24 എന്ന് വായിച്ച്. 50:24. അനന്തരം ജോസഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്നും താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യോസേഫെ ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ശ്രദ്ധിച്ചേ, ജോസഫ് ഭാവിയെ കുറിച്ച് പ്രത്യാശയുള്ളവനാണ്. പുതിയ നിയമത്തിൽ പറയുന്ന നമ്മുടെ പൗരത്വമോ സ്വർഗത്തില്, അവൻ രണ്ടാമത് വരുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് കാത്തിരിക്കുന്നവരാണെന്നാ. നമ്മൾ ജോസഫിന്റെ ജീവിതവും പുതുനിയമ വിശ്വാസിയുമായി ഒത്തിരി കമ്പാരിസൺ ചെയ്യാനുണ്ട്. അല്ലെ, ജോസഫ് ജീവിക്കുമ്പോഴും മിസ്രൈമിൽ നിൽക്കുമ്പോഴും തനിക്കറിയാം, എന്ന് ഞാൻ മിസ്രൈമിൽ നിൽക്കത്തില്ല, ഇത് താൽക്കാലികമായ പ്രവാസമാണ്, അങ്ങ് മടങ്ങി വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്നൊരു സമയമുണ്ട്. അതാണ് പറയുന്നത്. അനന്തരം ജോസഫ് സഹോദരൻ, ഞാൻ മരിക്കാൻ പോകുക, പക്ഷെ ദൈവം സന്ദർശിക്കും, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്ത് കൊണ്ടുപോകുമ്പോ എന്റെ അസ്ഥിയും കൂടെ നിങ്ങൾ കൊണ്ടുപോകണം. ജോസഫ് ഒരു പ്രവചനം പോലെ പറയുക, നാളുകളിൽ ദൈവം നമ്മെ സന്ദർശിക്കും, എന്നും അടിമയായിട്ട് കിടക്കത്തില്ല, അപ്പുറത്ത് പുറത്തു വരും. അതെന്തിനാ കാണിക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഒരു പെസഹായുടെ അന്നും നാളുണ്ട്, അന്ന് സംഹാരദൂതൻ ഇറങ്ങും, കുഞ്ഞാട് അറക്കപ്പെടും, ആ രക്തത്താൽ ഹല്ലേലൂയ സകലതും ഈ കരകടന്ന് ഈ മിസ്രൈം വിട്ട് വാഗ്ദത്ത കനാലിലേക്ക് പോകും. ഹല്ലേലൂയ. അത് തന്നെയാണ് നമ്മളൊക്കെ ഉള്ള പ്രത്യാശ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കരുകൾ പ്രാപിച്ച ദൈവ പൈതലേ, മിസ്രൈമിന്റെ ജീവിതം പോലെ ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. നമുക്കൊരു സ്വപ്നം വെച്ച ദൈവത്തിന്റെ വാഗ്ദത്ത നഗരമുണ്ട്, അവിടേക്ക് നിത്യ നാടിലേക്ക് നമ്മൾ പോകും. ജോസഫ് പ്രത്യാശയോടെ ജീവിച്ചേ. ആദ്യനാൾ ഇവിടെ കിടക്കുന്നത് ദൈവം സന്ദർശിക്കും, ഞാൻ മരിക്കും, പക്ഷെ നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകും ദൈവം, നമ്മളെ ഈ ദേശത്തുനിന്ന് കൊണ്ടുപോകും. ജോസഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ മിസ്രൈമിൽ എല്ലാ സൗകര്യത്തോടെ രാജാവിന്റെ അധികാരത്തോടെ നിൽക്കുമ്പോഴും അറിയാം, അധിക നാൾ മിസ്രൈമിൽ കിടക്കണ്ട, വാഗ്ദത്തത്തിലേക്ക് പോകണം. നമുക്കും ഇവിടെ എല്ലാം നന്മകൾ തരുമ്പോൾ, വാഹനം തരുമ്പോൾ, വണ്ടി തരുമ്പോൾ, വീട് തരുമ്പോൾ, സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ നമ്മുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകണം, എന്നും ഇവിടെ ഉള്ളതല്ല, നിത്യരാജ്യത്തിലേക്ക് പോകണം. അതുകൊണ്ടാ പറഞ്ഞത്, അങ്ങനെ ഒരു സ്വഭാവമുള്ള മനുഷ്യനാ ജോസഫ് ആയതുകൊണ്ട് ജോസഫിന്റെ കൂടെ ദൈവം നിന്നു, സകല സങ്കടങ്ങളിൽ നിന്നും വിടിവിച്ച് ദൈവം അവനെ ഉയർത്തി മാനിച്ചു. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, ദൈവം നമ്മെ ഉയർത്തി മാനിക്കുന്ന ദൈവമാണ് ജോസഫിന്റെ ദൈവം.